എന്തൊക്കെയുണ്ട് വിശേഷം? വലിയ പെരുന്നാളല്ലേ വരണേ? എല്ലാവരുടെയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഞങ്ങൾ എന്തായാലും ഈദ് ഷോപ്പിങ്ങിനാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാൺ സിൽക്സ് എന്നാണ് ഞങ്ങൾ യൂഷ്വലി ഷോപ്പ് ചെയ്യുക. എന്താണെന്നറിയില്ല, നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി തോന്നുന്നത് ഇവിടെ നിന്ന് എടുക്കുമ്പോഴാണ്. കളറൊന്നും അങ്ങനെ ഫെയ്ഡ് ആവാറില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ ഉമ്മയും സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് കേട്ടോ ഷോപ്പ് ചെയ്യാറ്. ഇപ്പോൾ കല്യാൺ സിൽക്സിൽ നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ്. ആദ്യം ഉമ്മയ്ക്കുള്ളതാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പ് ചെയ്തത്. ഞാൻ 2 സൽവാർ സ്യൂട്ട് ട്രയൽ ചെയ്തു. അത് 2 തന്നെ എടുത്തിട്ട് വേഗം ഇറങ്ങി. ഞാൻ അങ്ങനെ ഇപ്പോഴത്തെ മോഡലൊന്നും നോക്കിയിട്ടല്ല കേട്ടോ എടുത്തത്. പിന്നെ ഞങ്ങൾ നേരെ കിഡ്സ് സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അത്യാവശ്യം മോശമില്ലാത്ത കളക്ഷൻ അവിടെയുണ്ട്. പക്ഷേ ഞാൻ മോന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒട്ടുമിക്ക ക്ലോത്ത്സും ഞാൻ താഴെ ഇറക്കിച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ? അതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി അവനുള്ളത് സെലക്ട് ചെയ്തത്. ആ കേട്ട മുനീ വിളിയുണ്ടല്ലോ, അതെൻ്റെ മോന് ടോയ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി സോപ്പിടുന്ന വിളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് സാരി സെക്ഷനിലാണ് കേട്ടോ. ഒരു സാരി കൂടെ എടുക്കാനുണ്ടായിരുന്നു. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ സാരിയുടെ സെക്ഷനിലും. ഒട്ടുമിക്ക സാരികളും ഞങ്ങൾ കുറേ വലിച്ചിട്ടിട്ട് നോക്കിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും നമുക്ക് അവർ നല്ല കോഫി കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചു. അതോടുകൂടി നമ്മുടെ ഇത്തവണത്തെ ഈദ് ഷോപ്പിംഗ് അവസാനിച്ചിരിക്കുന്നു. നമ്മളിതാ ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് കല്യാൺ സിൽക്സിൽ നിന്ന് ഇറങ്ങാണ്. ഇനി നമ്മൾ പോകുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ പോയത് ജുജു റെസ്റ്റോറൻറ്റിലാണ്. അവിടുത്തെ മെനു ഒക്കെ നമ്മൾ കുറേ നേരം ഇരുന്ന് വിശദമായിട്ട് അങ്ങോട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ആകെ ഓർഡർ ചെയ്തത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആരുടെയും ഹെൽത്ത് അത്ര ഓക്കെ അല്ല, മഴയൊക്കെയല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. എന്നാൽ പിന്നെ ഇനി സമയം കളയണ്ട അല്ലേ, നമുക്ക് വേഗം വീട്ടിലേക്ക് വിട്ടാലോ.